2021 പുറത്തിറങ്ങിയ ചൈനീസ് ഡ്രാമ ഫസ്റ്റ് ലവ് ഇറ്റ്സ് യുവിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥയെ ആരംഭിക്കുന്നത് റുവാൻസി എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. റുവാൻസി ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നു. അന്നൊരു ദിവസം അവളുടെ സുഹൃത്തിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് റുവാൻസി പോയി വലിയൊരു ഹോട്ടലിലേക്ക് കയറി ചെല്ലുമ്പോൾ പരിചിതമായ മുഖഭാവത്തിൽ ഒരു യുവാവിനെ അവൾ അവിടെ കണ്ടു. പക്ഷേ താൻ ഉദ്ദേശിച്ച ആൾ തന്നെയാണോ അത് എന്നവൾക്ക് സംശയം തോന്നിയിരുന്നു. അവൾ അതിനെപ്പറ്റി ചിന്തിച്ചു നിൽക്കെ അവളുടെ കൂട്ടുകാരി വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി. ശേഷം റുവാൻസിയും കൂട്ടുകാരിയും അവിടെ ഒരു ഇവന്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് അതേ യുവാവ് കടന്നു വന്നു. യാഥാർത്ഥ്യത്തിൽ റുവാൻസിയും ആ യുവാവും പണ്ടൊന്നിച്ച് പഠിച്ചതായിരുന്നു. റുവാൻസിക്ക് ആ യുവാവിന് മേൽ അന്ന് വലിയ പ്രണയവും ഉണ്ടായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ അവളുടെ ആദ്യ പ്രണയം. പക്ഷേ റുവാൻസി പ്രണയം പറയാൻ മടിച്ചു നിന്നു. ഒരിക്കൽ റുവാൻസി ധൈര്യം സംഭരിച്ച് ആ യുവാവിനോട് പ്രണയം പറയുവാൻ ചെന്നു. അപ്പോൾ കണ്ടത് അവൻ മറ്റൊരു പെൺകുട്ടിയോട് ഒന്നിച്ചൊരു ട്രിപ്പ് പോകാം എന്നതിനെപ്പറ്റി സംസാരിക്കുന്നതൊക്കെയായിരുന്നു. അതും ടൗൺ വിട്ട് പുറത്തേക്ക് മൂവ് ചെയ്യുന്ന രീതിയിൽ. അതോടെ അന്നത്തെ അവളുടെ ആ പ്രണയമോഹമൊക്കെ അവസാനിച്ചിരുന്നു. ആ യുവാവിനെയാണ് ഇപ്പോൾ വീണ്ടും ഹോട്ടലിൽ വെച്ച് കണ്ടുമുട്ടുന്നത്. പാർട്ടിയിൽ ആ യുവാവ് റുവാൻസിയുടെ അടുത്തായിരുന്നു ഇരുന്നത്. റുവാൻസിക്കാണെങ്കിൽ അവനോടൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. റുവാൻസി അവന്റെ കൈ നോക്കി വെഡിങ് റിംഗ് ഉണ്ടോ എന്നായിരുന്നു അത്. പെട്ടെന്ന് ആ യുവാവിന്റെ ഫോൺ റിംഗ് ചെയ്തു. റുവാൻസി തന്റെ കോളേജ് കാലത്ത് മുമ്പ് കമ്പോസ് ചെയ്ത ഒരു മെലഡിയായിരുന്നു ആ റിംഗ് ടോൺ. അതിശയത്തോടെ റുവാൻസി അത് കേട്ടു. ഷീഷാൻ എന്ന യുവാവ് ഉടൻ ഫോൺ എടുത്ത് പുറത്തേക്ക് സംസാരിക്കാൻ ഇറങ്ങി. അവനെന്തിനാ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞും തന്റെ മെലഡി റിംഗ് ടൂണായി കൊണ്ടു നടക്കുന്നത് എന്നായിരുന്നു റുവാൻസി ആലോചിച്ചുകൊണ്ടിരുന്നത്. പാർട്ടിയിൽ പങ്കെടുത്തതുകൊണ്ടും ഇത്തരം കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടും റുവാൻസി ഒരുപാട് മദ്യപിച്ചു. മതോന്മത്തിയായി അവളെ ഫ്രണ്ട്സ് ആയിരുന്നു റൂമിലേക്ക് എത്തിച്ചത്. പക്ഷേ ഹോട്ടൽ റൂമിലേക്ക് എത്തിയ അവളുടെ ഹോട്ടൽ മുറി മാറിപ്പോയിരുന്നു. ഷീഷാന്റെ മുറിയിലായിരുന്നു അവൾ എത്തിപ്പെട്ടത്. ഷീഷാൻ ആകട്ടെ റുവാൻസിയെ കൗതുകത്തോടെ നോക്കി. മദ്യലഹരിയിലായിരുന്ന റുവാൻസി ആകട്ടെ ഷീഷാനെ തന്നോട് വലിച്ചടുപ്പിക്കുകയും അവിടെ ഓക്വാർഡായ മൊമെന്റ്സ് പലതും ഉണ്ടാക്കുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ ഷീഷാന്റെ മുകളിലേക്ക് വീണയവൾ ഷീഷാനെ ചുംബിക്കാൻ വരെ തുനിഞ്ഞു. ആ സമയമായിരുന്നു റുവാൻസിയെ കാണാതെ ഫ്രണ്ട്സ് ആ മുറിയിലേക്ക് അന്വേഷിച്ചെത്തുന്നത്. അവർ റുവാൻസിയെ അവിടെ നിന്ന് കൊണ്ടുപോയി. രാവിലെ ഉണർന്ന റുവാൻസി തലേന്ന് നടന്നതോർത്ത് ആകെ വല്ലാതായി പോയി. റുവാൻസിക്ക് ധൃതിയിൽ ജോലിക്കായി പോകണമായിരുന്നു. കാരണം അന്ന് അവരുടെ കമ്പനിയിൽ പുതിയ സിഇഒ ചാർജ് എടുക്കുന്നുണ്ട്. വേഗത്തിൽ ഒരു ടാക്സി ബുക്ക് ചെയ്ത് റുവാൻസി പോവാൻ ശ്രമിച്ചു. പക്ഷെ ടാക്സി വരുന്നുണ്ടായിരുന്നില്ല. ഭാഗ്യത്തിന് ആ സമയം ഷീഷാൻ ആ വഴി വന്നു. അവൾക്കൊരു റൈഡ് ഓഫർ ചെയ്തു. അന്ന് ഷീഷാനൊപ്പം യാത്ര ചെയ്യുമ്പോൾ തലേ രാത്രിയിലുണ്ടായ സംഭവങ്ങൾക്ക് അവൾ ഷീഷാനോട് ക്ഷമ ചോദിച്ചു. യാത്രയ്ക്കൊടുവിൽ അവൾ റുവാൻസിയുടെ കമ്പനിയിലെത്തി. റുവാൻസി ഇറങ്ങി മുന്നോട്ട് നീങ്ങിയതും കമ്പനിയിലെ ഒരു പരിചയക്കാരൻ കോവർക്കർ അവളുടെ അടുത്തെത്തിയിരുന്നു. ആ പരിചയക്കാരനോട് അടുപ്പത്തിൽ റുവാൻസി സംസാരിച്ചു. അവന്റെ മുഖത്തേക്ക് വീണ് കിടന്നിരുന്നൊരു രോമം അവൾ എടുത്തു മാറ്റി. ദൂരെ നിന്നും ആരോ അത് കണ്ടിരുന്നു. അയാളുടൻ അവിടെ നിന്നും മാറിപ്പോവുകയും ചെയ്തു. പിന്നാലെ റുവാൻസിയും മറ്റുള്ളവരും കമ്പനി ബോർഡ് റൂമിൽ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് സിഇഒ കടന്നു വന്നു. ഷീഷാൻ ആയിരുന്നു അവരുടെ കമ്പനിയിൽ പുതുതായി ചാർജേറ്റ സിഇഒ. അത് കണ്ടതും റുവാൻഷി ഒരു നിമിഷം ഞെട്ടിനിന്നു. വന്നപാടെ ഷീഷാൻ കമ്പനിയിൽ പൊളിച്ചുപണി ആരംഭിച്ചു. റുവാൻഷി നേരത്തെ സംസാരിച്ചു നിന്ന യുവാവിനെ ഷീഷാൻ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റി. അതിന്റെ പേരിൽ ആ യുവാവും ഷീഷാനും ചെറിയ വാക്കുതർക്കമുണ്ടായി. ശേഷം റുവാൻഷി ഷീഷാന്റെ മുമ്പിലെത്തി. ഷീഷാൻ പഠിച്ചതൊക്കെ വേറെന്തോ ആണല്ലോ, പിന്നെങ്ങനെ ഇതുപോലൊരു കമ്പനിയുടെ തലപ്പത്ത് അവനെത്തി എന്ന് ചോദ്യം ചെയ്തു. തന്റെ കൊളീഗിനെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റിയതിനെ പറ്റിയും അവൾ ചോദ്യമുയർത്താൻ ആരംഭിച്ചു. പക്ഷെ ആ ചോദ്യം ചെയ്യൽ ഷീഷാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അല്പം പരുക്കൻ മട്ടിൽ തന്നെ അവൻ അവളോട് മറുപടി പറഞ്ഞു. വാക്കുതർക്കത്തിനൊടുവിൽ ഞാൻ ഈ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു പോകും എന്നവൾ അവനെ ഭീഷണിപ്പെടുത്തി. ഷീഷാൻ ആകട്ടെ അങ്ങനാണെങ്കിൽ അവളോട് ചെയ്തോളാനും കമ്പനിക്ക് നഷ്ടപരിഹാരമായി $2 മില്യൺ നീ തരേണ്ടി വരും എന്നും അവളെ ഭീഷണിപ്പെടുത്തി. ഇനി നിനക്ക് നിന്റെ ഇഷ്ടത്തിനൊരു വർക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കണമെന്നാണെങ്കിൽ അതിന് നിനക്ക് 1 മാസത്തിനുള്ളിൽ 1 മില്യൺ ഫോളോവേഴ്സ് എങ്കിലും ഫാൻസിനെയെങ്കിലും നീ ഉണ്ടാക്കിയെടുക്കണം എന്നൊരു ചലഞ്ചായിരുന്നു ഷീഷാൻ അവളുടെ മുമ്പിലേക്ക് വെച്ചത്. റുവാൻസി ഷീഷാന്റെ ആ വെല്ലുവിളി സ്വീകരിച്ചു. പിന്നാലെ അവൾ തന്റെ ബ്രോഡ്കാസ്റ്റിംഗും തുടങ്ങി. പക്ഷേ 50 പേരുടെ അടുത്തേക്ക് അവളുടെ ബ്രോഡ്കാസ്റ്റ് എത്തിച്ചേർന്നുള്ളൂ. പെട്ടെന്ന് ബ്രോഡ്കാസ്റ്റ് റൂമിലെ കറണ്ട് പോയി. ഇരുട്ട് നിറഞ്ഞതും അവളൊന്ന് ഭയന്നിരുന്നു. ആ സമയം എന്താണെന്ന് നോക്കുവാൻ പോയി അവൾ ബ്രോഡ്കാസ്റ്റ് റൂമിനകത്ത് തിളങ്ങുന്ന എന്തോ കണ്ടു. ആരോ കടന്നു കയറിയിട്ടുണ്ട് എന്ന് ചിന്തിച്ച് അവൾ അങ്ങോട്ടേക്ക് വന്നയാളെ ഒറ്റയിടി
കെട്ടിയിടിച്ചു. പക്ഷെ അത് ശീശാനായിരുന്നു. റുവാൻഷി ശേഷം ശീശാനോട് ക്ഷമ ചോദിച്ചു. പക്ഷെ ശീശാൻ ആകട്ടെ ദേഷ്യത്തിലുമായിരുന്നു. എന്നിരുന്നാലും പ്രായച്ചിത്തം എന്നവണ്ണം തനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ ശീശാൻ ആവശ്യപ്പെട്ടു. റുവാൻഷി ഭക്ഷണമുണ്ടാക്കി ശീശാന് കൊണ്ടുചെന്നു കൊടുത്തു. പിന്നീട് റുവാൻഷി തന്റെ ഫ്രണ്ട്സുമായി ഒരു മീറ്റപ്പ് നടത്തി തനിക്ക് 1 മില്യൺ ഫോളോവേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ട ഐഡിയകൾ ചോദിച്ചു. അവർക്കൊരു മൂവിയിൽ ഡബ് ചെയ്യാൻ അവസരം വന്നിരുന്നു. അത് സെലിബ്രേറ്റ് ചെയ്യാൻ കൂടിയായിരുന്നു അവരന്ന് ഒത്തുചേർന്നിരുന്നത്. വൈകാതെ അങ്ങോട്ടേക്ക് ശീശാനും കടന്നു വന്നു. അവരോട് എൻജോയ് ചെയ്തോളാൻ പറഞ്ഞു. പാർട്ടിക്കിടയിൽ റുവാൻസി ഒരുത്തനൊപ്പം ഒരു പാട്ട് പാടാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അസൂയ തോന്നിയ ശീശാൻ അതിനനുവദിച്ചില്ല. അബദ്ധത്തിൽ കരോക്കെ മാറിയെന്ന് പറഞ്ഞ് മനഃപൂർവ്വം തന്നെ അവൻ ആ മ്യൂസിക് മാറ്റി. ശേഷം ഒരു മിസ്റ്റേക്ക് പറ്റിയതാണെന്ന് വളരെ സ്വാഭാവികമായി പറഞ്ഞു. അതോടെ അവൻ റുവാൻസിക്കൊപ്പം മറ്റൊരു മെലഡി പാടാം എന്ന് പറഞ്ഞതും ശീശാൻ അത് സഹിച്ചതേയില്ല. റുവാൻസിയെ ശീശാൻ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പണ്ടൊരിക്കൽ റുവാൻസി ചെയ്ത പ്രോമിസിന്റെ കാര്യം ശീശാൻ അപ്പോൾ ഓർമ്മിപ്പിച്ചു. എന്നോടൊപ്പമല്ലാതെ മറ്റാരോടൊപ്പവും മെലഡി പാടില്ലെന്ന കാര്യം. ഉടൻ തന്നെ റുവാൻഷി ആകട്ടെ ചോദിച്ചത് ശീശാൻ നഗരം വിട്ട് യാത്ര ചെയ്തു പോയ കാര്യമായിരുന്നു. അതൊക്കെ അവൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നതാണ് എന്ന് ശീശാൻ വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും റുവാൻഷി കേൾക്കാൻ തയ്യാറായില്ല. കൃത്യസമയം അങ്ങോട്ടേക്ക് അവളും കടന്നു വന്നു. ശീശാൻ പണ്ട് നഗരം വിട്ട് ട്രാവൽ ചെയ്തു പോയ പെൺകുട്ടി. അവളെ കണ്ടതും റുവാൻഷിയുടെ ദേഷ്യം ഇരച്ചു കയറി. റുവാൻഷി അവിടെ നിന്നും പാട്ടുപാടാൻ നിന്നവന്റെ കൂട്ടത്തിൽ പോയി. ശീശാനും പണ്ടൊന്നിച്ച് യാത്ര ചെയ്തു പോയ പെൺകുട്ടിയും സംസാരിച്ചു നിന്നു. റുവാൻഷിയുടെ സംശയങ്ങൾ, തെറ്റിദ്ധാരണകൾ മനസ്സിലായിരുന്ന ശീശുവാന് വലിയ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. യാഥാർത്ഥ്യത്തിൽ അങ്ങോട്ടേക്ക് വന്നു നിന്ന് ശീശുവാൻ യാത്ര ചെയ്ത ആ പെൺകുട്ടി അവന്റെ ആന്റിയായിരുന്നു. അവർ ബന്ധുക്കളാണ്. റുവാൻസിയും റുവാൻസിക്കൊപ്പം പാട്ടുപാടാൻ നിന്ന ആരാധകനും മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു. അവനാകട്ടെ ആ അവസരം മുതലെടുത്ത് അവളോട് പ്രപ്പോസ് ചെയ്യാനും ശ്രമിച്ചു. പക്ഷെ തനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ് എന്നായിരുന്നു റുവാൻസി പറഞ്ഞത്. എന്നിരുന്നാലും അവളുടെ പ്രണയത്തിനായി താൻ കാത്തിരിക്കും എന്നാ യുവാവ് കൂട്ടിച്ചേർത്തു. അടുത്ത ദിവസം ഓഫീസിൽ റുവാൻസി തന്റെ ആരാധകൻ കൂടിയായ കൊളീഗിനൊപ്പമിരുന്ന് വർക്ക് ചെയ്യുകയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ റുവാൻസിക്ക് അവിടെ ഇരിക്കാൻ തോന്നിയില്ല. കംഫോർട്ടബിൾ അല്ലാത്ത പോലെ തോന്നിയവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ശീശുവാനും അവിടെ ഉണ്ടായിരുന്നു. ആ കൊളീഗിന് അതിലെന്തോ പ്രശ്നം തോന്നി. ശീശാനാണോ അതിന് കാരണം എന്ന് ചിന്തിച്ച കൊളീഗ് ശീശാൻ അടുക്കൽ ചെന്ന് മാറി നിന്ന് സംസാരിച്ചു. ശീശാനോട് ഇപ്പോഴും ശീശാൻ റുവാൻഷിയെ പ്രണയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല എന്നായിരുന്നു ശീശാന്റെ മറുപടി. റുവാൻസിയുടെ പ്രണയം നേടിയെടുക്കുവാൻ ശീശാനുമായുള്ള ഒരു ഫൈറ്റിന് പോലും തനിക്ക് മടിയില്ല എന്നായിരുന്നു ആ പയ്യൻ കൂട്ടിച്ചേർത്തത്. ഇതിനിടയിലൊക്കെ റുവാൻഷി മറ്റൊരാളോട് എപ്പോഴും ഫോണിൽ സംസാരിക്കുമായിരുന്നു. റുവാൻസി ആരാധിച്ചിരുന്ന ഒരു വോയിസ് ആർട്ടിസ്റ്റ് ആയിരുന്നു അത്. ലില്ലിയാൻ എന്ന പേരിലാണ് റുവാൻസിക്ക് അയാളെ പരിചയം. ഒരിക്കൽ പോലും റുവാൻസി അയാളെ കണ്ടിട്ടില്ല. അയാളെ റോൾ മോഡലായി കരുതിയിരുന്ന റുവാൻസി എപ്പോഴും അയാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു. ഒരിക്കൽ അയാളുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ ആ വ്യക്തി തങ്ങളുടെ കമ്പനിയുടെ പ്രൊജക്റ്റിലും സഹകരിക്കാൻ പോകുന്നു എന്ന വിവരമറിഞ്ഞു. പിന്നീട് ഒരു ദിവസം റുവാൻഷിയും ശീശുവാനും ഒരു ഡിന്നറിന് പോവാനായി പ്ലാൻ ചെയ്തെങ്കിലും അത് നല്ല രീതിയിലായിരുന്നില്ല അവസാനിച്ചത്. ഭക്ഷണം പോലും കഴിക്കാതെ അവൾ എഴുന്നേറ്റ് പോന്നു. യാഥാർത്ഥ്യത്തിൽ മിസ്റ്റർ ലില്ലിയൻ എന്ന പേരിൽ റുവാൻഷിയോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ശീശാൻ തന്നെയായിരുന്നു. രഹസ്യമായ വോയിസ് ആർട്ടിസ്റ്റായി അവൻ വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് നേരിൽ മീറ്റ് ചെയ്യണം എന്ന് ലില്ലിയാനായി വിളിച്ച് ശീശാൻ റുവാൻഷിയോട് പറഞ്ഞു. അവരൊന്നിച്ച് ഫോണിലൂടെ ഒരു സ്ട്രീമിംഗിൽ പങ്കാളികളുമായി. ലില്ലിയാൻ പ്രസന്റിലേക്ക് വന്നില്ലെങ്കിലും ഒരു ആനിമേഷൻ വീഡിയോക്ക് ഫോണിലൂടെ അവൻ ഡബ് ചെയ്തു. റുവാൻഷി തന്റെ 1 മില്യൺ ഫോളോവേഴ്സിനെ സംഘടിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും അവൾക്കതൊന്നും നേടിയെടുക്കാൻ സാധിച്ചില്ല. ഇതേസമയം റുവാൻസിയുടെ പിന്നാലെ വരുന്ന കൊളീഗായ പയ്യൻ വീണ്ടും അവളുടെ അടുത്തെത്തിയെങ്കിലും റുവാൻസി അവനെ അവഗണിച്ചു. പക്ഷെ കാര്യങ്ങളൊന്ന് ക്ലാരിഫൈ ചെയ്യണം എന്നവൻ ആവശ്യപ്പെട്ടതോടെ ഇരുവരും പരസ്പരം ഒന്ന് സംസാരിക്കാൻ തീരുമാനിച്ചു. എന്തുകൊണ്ടാണ് തന്നെ അവോയ്ഡ് ചെയ്യുന്നത് എന്നവൻ ചോദിച്ചപ്പോൾ താൻ അവനെ എപ്പോഴും ഫ്രണ്ടായി മാത്രമേ കണ്ടിരുന്നുള്ളൂവെന്നും അവനങ്ങനെ തന്നെ പ്രപ്പോസ് ചെയ്തപ്പോൾ പെട്ടെന്ന് തനിക്ക് എന്തോ പോലായെന്നും അതുകൊണ്ടാണ് അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്നത് എന്നും റുവാൻസി വ്യക്തമാക്കി. ഞാൻ പറഞ്ഞതും എന്റെ പ്രണയവും ഒക്കെ മറന്നേക്ക്, നമുക്ക് വീണ്ടും പഴയ പോലെ നല്ല ഫ്രണ്ട്സ് ആകാം എന്നാ പയ്യൻ പറഞ്ഞു. അപ്പോഴായിരുന്നു റുവാൻസിക്ക് സമാധാനമായത്. അവന്റെ ഫ്രണ്ട്ഷിപ്പ് യാഥാർത്ഥ്യത്തിൽ റുവാൻസി മിസ് ചെയ്തിരുന്നു. അടുത്ത ദിവസം ശീശാൻ റുവാൻസിയെ തന്റെ മുറിയിലേക്ക് വിളിപ്പിച്ചു. റുവാൻസിക്കായി ശീശാൻ
താൻ ഒരു ഗിഫ്റ്റ് കൊടുത്തു. പക്ഷെ അത് വേണ്ടെന്ന് പറഞ്ഞ് നിരസിക്കുകയായിരുന്നു അവൾ ചെയ്തത്. തനിക്കൊരു പാർട്ട്ണർ ഉണ്ടെന്നും വോയിസ് ആർട്ടിസ്റ്റ് മിസ്റ്റർ ലില്ലിയാനാണ് അതെന്നും അവൾ ശീശ്വാനോട് പറഞ്ഞു. എല്ലാം അറിയാവുന്ന ശീശ്വാന് ചിരി വന്നെങ്കിലും അവനത് പുറത്തു ഭാവിച്ചില്ല. ശീശ്വാൻ തന്നെയാണ് മിസ്റ്റർ ലില്ലിയാൻ എന്നവൾക്കറിയില്ലല്ലോ. ഷുവാൻഷിക്ക് മുമ്പിൽ ലില്ലിയാനായി അഭിനയിക്കാൻ ഒരാളെ റുവാൻഷി വാടകയ്ക്കെടുക്കാൻ ശ്രമിച്ചു. അയാൾ അവളോട് പറഞ്ഞു, മിസ്റ്റർ ലില്ലിയാൻ വളരെ ഫേമസ് ആയ സോഷ്യൽ മീഡിയ സ്റ്റാർ ആണ്. ഒരിക്കൽ പോലും മുഖം കാണിച്ച് അയാൾ വന്നിട്ടില്ലെങ്കിലും ശബ്ദം കൊണ്ട് തന്നെ ഒരുപാട് ഫാൻസിനെ അയാൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പോരാത്തതിന് അയാൾക്ക് ഒരുപാട് പ്രായമുണ്ടെന്നാ തോന്നുന്നേ. അയാൾ നിങ്ങളെപ്പോലെ ഒരാളെ വിവാഹം കഴിക്കും, പ്രേമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കേട്ടുകൊണ്ടായിരുന്നു ശീശ്വാൻ അങ്ങോട്ടേക്ക് കടന്നു വന്നത്. അവിടെ ഇരുന്ന മനുഷ്യനോട് റുവാൻഷിയോട് അങ്ങനൊന്നും പറയരുതെന്നും അവൾ തന്റെ പാർട്ട്ണറാണ് എന്നും ശീശ്വാൻ പറഞ്ഞു. അവിടെ ഒരു വാക്കുതർക്കം ഉണ്ടായെങ്കിലും ശീശ്വാൻ പുറത്തേക്ക് പോകുന്നതിന് പിന്നാലെ റുവാൻഷിയും പുറത്തിറങ്ങി. തന്റെ നുണയൊക്കെ പൊളിഞ്ഞത് മനസ്സിലാക്കിയ അവൾ ശീശ്വാനടുക്കൽ മിസ്റ്റർ ലില്ലിയാനും താനും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് തുറന്നു പറഞ്ഞു. അത് ശീശ്വാനെ സത്യത്തിൽ പെട്ടെന്ന് ദേഷ്യം പിടിപ്പിച്ചു. ശീശ്വാൻ അതോടെ അവളോട് ദേഷ്യപ്പെടുകയായിരുന്നു ചെയ്തത്. അവൻ ദേഷ്യപ്പെട്ടതോടെ റുവാൻഷിക്കും ദേഷ്യം വരികയും പണ്ട് മറ്റൊരു പെണ്ണിനൊപ്പം പുറത്തേക്ക് കറങ്ങാൻ പോയതിനെയൊക്കെ പറ്റി പറഞ്ഞ് ദേഷ്യപ്പെട്ട് റുവാൻഷി അവിടെ നിന്ന് പോവുകയും ചെയ്തു. അന്ന് വീട്ടിലേക്ക് എത്തിയ അവൻ റുവാൻഷിയുടെ താനെടുത്ത ഫോട്ടോസ് അടങ്ങിയ ആൽബം എടുത്തു നോക്കി. അടുത്തൊരു ദിവസം റുവാൻഷിയും തന്റെ കൂട്ടുകാരനായ കൊളീഗും ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കുകയായിരുന്നു. അതേ റെസ്റ്റോറന്റിലേക്ക് ശീശ്വാനും ശീശ്വാന്റെ ആന്റിയും കടന്നു വന്നു. അവർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അത് കണ്ട് റുവാൻഷിക്ക് സഹിച്ചില്ല. റുവാൻഷി അപ്പോഴും അവർ കപ്പിൾസ് ആണെന്ന തെറ്റിദ്ധാരണയിലായിരുന്നു ഉണ്ടായിരുന്നത്. ശീശ്വാന്റെ ആന്റിയാണ് അത് എന്നവൾ അറിഞ്ഞതേയില്ല. അതുകൊണ്ട് തന്നെ അവൾ അസ്വസ്ഥയായി. അന്ന് രാത്രിയിൽ അവൾ നടന്നു വരുമ്പോൾ ആരും അവളെ ഫോളോ ചെയ്യുന്ന പോലെ അവൾക്ക് തോന്നി. അവൾ പേടിച്ചോടാൻ തുടങ്ങി. പിന്നാലെ ഫോളോ ചെയ്യുന്ന മനുഷ്യനും ഓടി വന്നു. പക്ഷെ അയാൾ അവളെ ആക്രമിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് അങ്ങോട്ടേക്കൊരു കാർ കടന്നു വന്നു. അത് കണ്ട് അയാൾ ഭയന്നോടി. ശീശാന്റെ ആന്റിയുടെ കാറായിരുന്നു അത്. പാനിക്കായ റുവാൻഷിയെ ശീശാന്റെ ആന്റി തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. റുവാൻഷി അപ്പോഴും ശീശാന്റെ ആന്റിയെ ശീശാന്റെ ഗേൾഫ്രണ്ട് ആണെന്നാണ് കരുതിയിരുന്നതെങ്കിലും ആന്റിയുടെ സംസാരത്തിൽ നിന്നും അവർ ആരാണെന്നും തന്റെ തെറ്റിദ്ധാരണകളായിരുന്നു ഒക്കെയെന്നും റുവാൻഷി തിരിച്ചറിഞ്ഞു. കൂട്ടത്തിൽ പണ്ടുതൊട്ടേ ശീശ്വാന് റുവാൻഷിയോട് പ്രണയമായിരുന്നു എന്നും ആന്റിയിൽ നിന്ന് തന്നെ അവൾ അറിഞ്ഞു. പിറ്റേന്ന് റുവാൻഷിക്കുണ്ടായ സംഭവം അറിഞ്ഞ് ശീശ്വാനും ആന്റിയുടെ വീട്ടിലേക്ക് എത്തി. റുവാൻഷിയുടെ സുഖവിവരങ്ങൾ തിരക്കി. ഇത്തരത്തിലൊന്ന് സംഭവിച്ചതുകൊണ്ട് കുറച്ചുകൂടെ സേഫായ ഇടത്തേക്ക് അവൾ താമസം മാറ്റണമെന്ന് സജസ്റ്റ് ചെയ്തു. അതിനായി അവരൊരു അപ്പാർട്ട്മെന്റ് കണ്ടെത്തുകയും ചെയ്തു. യാഥാർത്ഥ്യത്തിൽ ശീശ്വാൻ താമസിക്കുന്ന അതേ അപ്പാർട്ട്മെന്റ് ആയിരുന്നു അത്. അന്നു മുതൽ ശീശ്വാൻ റുവാൻഷിക്ക് ഓഫീസിലേക്ക് പോകുമ്പോൾ ലിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങി. കാറിൽ പോകുമ്പോൾ ശീശാന്റെ ആന്റിയെ ഗേൾഫ്രണ്ട് എന്ന് തെറ്റിദ്ധരിച്ച തന്റെ മണ്ടത്തരത്തെ പറ്റിയൊക്കെ അവൾ പറഞ്ഞു. തനിക്കത് മുമ്പേ മനസ്സിലായിരുന്നുവെന്നും തെറ്റിദ്ധാരണ തിരുത്താൻ തന്നെ കൊണ്ട് സാധിക്കാതെ പോയതിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും ശീശ്വാൻ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞുപോയില്ലേ, സാരമില്ല എന്നായിരുന്നു അവളുടെ മറുപടി. ശീശ്വാൻ പിന്നാലെ തന്റെ മനസ്സിലെ ഫീലിംഗ്സ് അവളോട് തുറന്നു പറഞ്ഞു. എന്നും അവളുടെ കൂടെ ഉണ്ടാവാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും വ്യക്തമാക്കി. തനിക്കൊന്ന് ആലോചിക്കണമെന്നായിരുന്നു റുവാൻഷിയുടെ മറുപടി. പിന്നീട് ഒരു വർക്കിന്റെ കാര്യത്തിന് റുവാൻഷിക്ക് മറ്റൊരിടത്തേക്ക് പോകേണ്ടി വന്നു. സുഖമില്ലാതിരിക്കുന്ന വെൽ നോണായ ഒരു ആക്ട്രസിന് പകരം അവൾക്കന്ന് പാടണമായിരുന്നു. അവൾ അവിടെ എത്തിയപ്പോഴാണ് മിസ്റ്റർ ലില്ലിയാനും ആ പ്രൊജക്റ്റിലുണ്ട് എന്നവൾ അറിയുന്നത്. അതോടെ അവൾ മിസ്റ്റർ ലില്ലിയാനെ വിളിച്ചു. നേരിൽ മീറ്റ് ചെയ്യാൻ പറ്റിയ അവസരമാണിതെന്ന് പറഞ്ഞു. നേരിൽ കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എന്ന ആഗ്രഹവും പങ്കുവെച്ചു. ലില്ലിയാൻ താനാണെന്ന വിവരം റുവാൻഷിക്ക് അറിയില്ലെന്ന് ശീശാൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ശീശാൻ അവിടെ നിന്ന് മുങ്ങി. ശേഷം സിഇഒ വേഷം ധരിച്ച് അതേ സ്റ്റുഡിയോയിലേക്ക് എത്തിയ ശേഷം റുവാൻഷിയെ കണ്ട് എന്താ അവൾ അവിടെയെന്ന് ചോദിച്ചു. മിസ്റ്റർ ലില്ലിയാനെ കാണാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നുവെന്നും മിസ്റ്റർ ലില്ലിയാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, കുറച്ചു മുമ്പ് അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു എന്നായിരുന്നു അവൾ മറുപടി പറഞ്ഞത്. ഒരു തരത്തിൽ ശീശ്വാൻ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരികയും ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അടുത്ത ദിവസം റുവാൻഷിയും ശീശാനും ശീശാന്റെ അപ്പാർട്ട്മെന്റിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തന്റെ ഫോളോവേഴ്സിനെ കൂട്ടാൻ എന്തേലും വഴിയുണ്ടോ എന്ന് റുവാൻഷി ശീശാനോട് തിരക്കി. ശീശാൻ ഉപദേശങ്ങൾ പറഞ്ഞു. കൂടാതെ അവളോട് തന്റെ ട്രാവലിനെയും മറ്റും പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നു. അവർ തമ്മിൽ പരസ്പരം അത്രമേൽ അടുപ്പം രൂപപ്പെടുന്നുണ്ടായിരുന്നു. തെറ്റിദ്ധാരണകളൊക്കെ മാറി ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു വന്നു. ഇരുവരും ചുംബിക്കുകയും ഉണ്ടായി. അടുത്ത ദിവസം അവരിരുവരും ഒന്നിച്ചായിരുന്നു ഓഫീസിൽ പോയത്. പക്ഷേ വഴിയിൽ കൊളീഗിനെ കണ്ടതോടെ അവരിപ്പോൾ കണ്ട് തെറ്റിദ്ധരിക്കണ്ട എന്ന് കരുതി റുവാൻഷി കാറിനകത്ത് മറഞ്ഞിരുന്നു. പെട്ടെന്ന് അവരുടെ റിലേഷൻഷിപ്പ് പരസ്യമാക്കണം എന്നവൾക്കുണ്ടായിരുന്നില്ല. ആളുകൾ ഗോസിപ്പുകൾ പറയുമെന്നൊക്കെ അവൾ ഭയപ്പെട്ടു. ആദ്യം താൻ കമ്പനിക്കുള്ളിലേക്ക്
വീട്ടിലേക്ക് പൊക്കോളാമെന്നും ഷീഷാൻ കുറച്ചു കഴിഞ്ഞ് വന്നാ മതി എന്നും പറഞ്ഞ് അവൾ പോയി. ഓഫീസിൽ വെച്ച് ഒറ്റയ്ക്കായ അവസരത്തിൽ ഷീഷാൻ റുവാൻഷിയെ ചുംബിച്ചു. വൈകാതെ തനിക്കൊരു ബിസിനസ് മീറ്റിംഗിന് പോവേണ്ടതുണ്ടെന്നും അതിനു മുമ്പ് നമുക്കൊരു റെസ്റ്റോറന്റിൽ പോയി ഡിന്നർ കഴിക്കാമെന്നും അന്ന് നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്നും ഷീഷാൻ അവളോട് പറഞ്ഞു. പക്ഷേ അപ്പോഴായിരുന്നു സർവൈലൻസ് ക്യാമറ തങ്ങളുടെ നേരെയുള്ളത് ഇരുവരും ശ്രദ്ധിക്കുന്നത്. പിന്നാലെ റുവാൻഷിക്ക് കുറെ ഗിഫ്റ്റുകൾ ലഭിച്ചു. റുവാൻഷി അതിന്റെയൊക്കെ ഫോട്ടോ എടുത്ത് കാമുകനിൽ നിന്നുള്ള ആ ഗിഫ്റ്റുകൾ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. എല്ലാവർക്കും തനിക്കൊരു കാമുകനുണ്ട് എന്നവൾ അറിയിക്കുക കൂടിയായിരുന്നു. അത് കണ്ട് ഒരിക്കൽ അവളെ പ്രണയിച്ചിരുന്ന കൂട്ടുകാരനായ കൊളീഗ് ചെലവ് വേണമെന്ന് പറഞ്ഞ് അവളുടെ അടുത്തെത്തി. ശേഷം വീഡിയോ കോളും മറ്റുമായി അവരുടെ റിലേഷൻ തുടർന്നു പോന്നു. ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ടവളെ പിക്ക് ചെയ്യാൻ ഷീഷാൻ ഓഫീസിന് മുമ്പിലെത്തിയപ്പോൾ കണ്ടത് റുവാൻഷിയും കൊളീഗ്സും ഓഫീസിന് മുമ്പിൽ നിന്ന് സംസാരിക്കുന്നതായിരുന്നു. കൊളീഗ്സ് പോകുന്നവരെ ഷീഷാൻ കാത്തുനിന്നു. ശേഷം റുവാൻഷിയുമായി മീറ്റ് ചെയ്തു. തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ തങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനിയും സീക്രട്ടായി വെക്കേണ്ട കാര്യമില്ല എന്ന് ഷീഷാൻ റുവാൻഷിയോട് പറഞ്ഞു. പക്ഷേ അതിപ്പോൾ പുറത്തിറങ്ങാൽ പബ്ലിക് നമ്മളെ വിലയിരുത്താനും ഓരോന്ന് പറയാനും തുടങ്ങും. അതിന് ഞാൻ പ്രിപ്പയർ ആയിട്ടില്ല എന്നായിരുന്നു റുവാൻഷിയുടെ മറുപടി. ഷീഷാൻ അപ്പോഴും അവളുടെ കൂടെ തന്നെ നിൽക്കാമെന്നും നീ എപ്പോൾ സമ്മതിക്കുന്നോ അപ്പോൾ മതിയെന്നും പറഞ്ഞു. ഈ സമയം ഒരു വിവാദം കത്തിപ്പടരാൻ ആരംഭിച്ചിരുന്നു. ഫേമസ് ആക്ട്രസിന് പകരം റുവാൻഷി ഒരിക്കൽ അവർക്കായി പാടുകയും ഡബ് ചെയ്യുകയും ചെയ്തല്ലോ. അത് ആ സ്ത്രീയുടെ പേരിൽ തന്നെയായിരുന്നു വെളിയിൽ വന്നത്. റുവാൻഷിയാണ് ഡബ് ചെയ്തത് എന്ന് ഫോട്ടോ അടക്കം പ്രചരിപ്പിക്കപ്പെടാൻ ആരംഭിച്ചിരുന്നു. ആ ആക്ട്രസ് അപ്പോൾ രോഗിയായിരുന്നു. പക്ഷേ പുറത്തു വന്ന വാർത്തകളിൽ അതുണ്ടായിരുന്നുമില്ല. ആ ആക്ട്രസിന്റെ ഫാൻസ് റുവാൻഷിയെ ആക്രമിക്കുമോ എന്നൊക്കെ ഷീഷാൻ ഭയപ്പെട്ടു. വിവാദം ആളിക്കത്തുകയാണ്. സുഖമില്ലാതിരുന്നപ്പോൾ റുവാൻഷിയുടെ സഹായം തേടിയ ആക്ട്രസിനെ പ്രശ്ന പരിഹാരത്തിന് അവർ പോയി കണ്ടു. പക്ഷേ ആ ആക്ട്രസ് പറഞ്ഞത് വലിയ തുക കൊടുത്ത് റുവാൻഷിയുടെ വോയിസ് താൻ മേടിച്ചോളാം എന്ന തരത്തിലായിരുന്നു. അങ്ങനെ പ്രശ്നം പരിഹരിക്കാമെന്നും പറഞ്ഞു. പക്ഷേ തന്റെ കഴിവ് അത്തരത്തിൽ മറ്റൊരാൾക്ക് വിൽക്കുവാൻ റുവാൻഷിയോ ഷീഷുവാനോ ഒരുക്കമായിരുന്നില്ല. അതോടെ ആക്ട്രസ് തന്റെ ഭാഗം ന്യായീകരിക്കുവാൻ മോശം കളി കളിച്ചു. റുവാൻഷി തന്റെ പ്രസിദ്ധി ഉപയോഗിക്കാനും തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും ശ്രമിക്കുന്നതാണ്, പണത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന തരത്തിൽ വാദം പുറത്തുവിട്ടു. അതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. റുവാൻസി വല്ലാതെ അപ്സെറ്റ് ആവുകയും ചെയ്തു. റുവാൻസിയെ സമാധാനിപ്പിക്കാൻ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് പോലും എത്തി. റുവാൻഷി ആകെ ഡെസ്പാണ് എന്ന് ഷീഷാൻ മനസ്സിലാക്കിയിരുന്നു. അവളെ ഒന്ന് എൻഗേജ് ചെയ്യിപ്പിക്കാനും ഓക്കെയാക്കാനും ഒരു ദിവസം ഷീഷാൻ അവളെ ഔട്ടിങ്ങിന് കൊണ്ടുപോയി. അന്ന് അവർ ഒരുപാട് എൻജോയ് ചെയ്തു. ഷീഷാൻ അവൾക്കായി നല്ലൊരു വസ്ത്രവും വാങ്ങിക്കൊടുത്തു. പിന്നീട് അടുത്ത ദിവസം റുവാൻഷി ഷീഷാന്റെ അപ്പാർട്ട്മെന്റിൽ പോയി. അവൻ വോയിസ് ആർട്ടിസ്റ്റായി വർക്ക് ചെയ്യുന്ന ലാപ്ടോപ്പ് ഓപ്പണായി അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴായിരുന്നു മിസ്റ്റർ ലില്ലിയാൻ ഷീഷാൻ ആണെന്ന സത്യം റുവാൻഷി തിരിച്ചറിയുന്നത്. അതവൾക്ക് വലിയ ഷോക്കായി മാറി. അത്ര നാളും അവന്റെ കാമുകിയായി കൂടി ഉണ്ടായിട്ടും വിവാദമായ പ്രശ്നമുണ്ടായിട്ടും അത്രയും വലിയൊരു ഐഡന്റിറ്റിയിൽ ഷീഷാൻ ഉണ്ടായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തില്ലല്ലോ, തന്നോട് ഈ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന ദുഃഖം അവളിൽ നിറഞ്ഞു വന്നു. ഷീഷാൻ അവളോട് ക്ഷമ ചോദിക്കുകയും അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും റുവാൻഷി വലിയ ദേഷ്യത്തിലായിരുന്നു. തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോയവൾ വാതിലടച്ച് പൊട്ടിക്കരഞ്ഞു. വാതിലിന് വെളിയിലിരുന്ന് ഷീഷാൻ താനാണ് മിസ്റ്റർ ലില്ലിയാൻ എന്ന തരത്തിൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇരുവർക്കും ഇടയിലേക്കൊരു വിരഹം കടന്നു വന്നു. ഒടുവിൽ എന്തുകൊണ്ടാണ് മിസ്റ്റർ ലില്ലിയാൻ എന്ന പേരിൽ ഷീഷാൻ അവളുടെ അടുത്ത് നിന്നതെന്നും അവളെ വിശ്വാസമില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ലെന്നും അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഷീഷാന്റെ ആന്റി തന്നെ എത്തി. ഇതിനിടയിൽ ഷീഷാൻ ആകട്ടെ വിവാദ പ്രശ്നമുണ്ടായിരുന്ന ആക്ട്രസുമായി സംസാരിച്ച് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തിരുന്നു. വൈകാതെ ഒരു ഇവന്റ് വന്നു. ഇവന്റിൽ അല്പം ഓക്കെയായി മാറിയിരുന്ന റുവാൻസി തന്റെ കൊളീഗ്സിനൊപ്പം പാടുവാൻ വേദിയിൽ കയറി. ആ ഇവന്റ് ലൈവ് സ്ട്രീം ചെയ്യപ്പെടുകയായിരുന്നു. ആ ഇവന്റിൽ വെച്ച് പബ്ലിക്കിന്റെ അടുത്ത് ആക്ട്രസുമായുണ്ടായ വിവാദത്തെ പറ്റി വിശദമായി പറഞ്ഞ് താൻ ഹർട്ട് ചെയ്തവരോടൊക്കെ ക്ഷമ ചോദിക്കുന്നു എന്നവൾ ക്ഷമാപണം നടത്തുകയും ചെയ്തു. വൈകാതെ റുവാൻഷി വേദിയിൽ നിൽക്കുമ്പോൾ മാസ്ക് ധരിച്ച് മിസ്റ്റർ ലില്ലിയാൻ എന്ന് പറഞ്ഞ് ഷീഷാൻ വേദിയിലേക്ക് കയറി ചെന്നു. അവരൊന്നിച്ച് മനോഹരമായൊരു ഗാനമാലപിച്ചു. ശേഷം തന്റെ ഐഡന്റിറ്റി ഇനി വെളിപ്പെടുത്തുകയാണെന്ന് പറഞ്ഞ് മിസ്റ്റർ ലില്ലിയാനായി വേദിയിലെത്തിയ ഷീഷാൻ തന്റെ മാസ്ക് അഴിച്ചു മാറ്റി. ഷീഷാനാണ് മിസ്റ്റർ ലില്ലിയാൻ എന്നത് അവരുണ്ടായിരുന്നവരെ അതിശയിപ്പിക്കുന്നതായിരുന്നു. ആ നിമിഷം മിസ്റ്റർ ലില്ലിയാനായ ഷീഷാൻ റുവാൻഷിയോടുള്ള തന്റെ പ്രണയവും പ്രഖ്യാപിച്ചു. കാര്യങ്ങൾ അവളുടെ അടുത്ത് തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കുകയും ഒന്നുകൂടി പ്രണയം അഭ്യർത്ഥിക്കുകയും ചെയ്തു. സന്തോഷത്തോടെ റുവാൻഷി ഷീഷാനെ ചുംബിച്ചു. തെറ്റിദ്ധാരണകൾക്കും കോലാഹലം നിറഞ്ഞ പ്രശ്നങ്ങൾക്കും ഒക്കെ ഒടുവിൽ അവർ ഒന്നിക്കുന്ന ആ ദൃശ്യത്തോടെ ഡ്രാമ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.